നമസ്കാരം. ബി.ജെ.പിയുടെ അംഗത്വ ക്യാമ്പയിൻ സെപ്റ്റംബർ 2 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ബി.ജെ.പിയിലേക്ക് അംഗത്വമെടുക്കാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം അവസാനത്തോടെ നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും അതോടൊപ്പം നടക്കുന്ന 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പാർട്ടിയെ, അതായത് ബി.ജെ.പിയെ ഒരു ശക്തമായി വിപുലീകരിക്കാൻ വേണ്ടി ബി.ജെ.പി ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും അതോടൊപ്പം നടക്കുന്ന 2026 നടക്കുന്ന തിരഞ്ഞെടുപ്പിന് വേണ്ടി കേരളത്തിൽ ബി.ജെ.പി ഒരു വലിയ തോതിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ, അതോടൊപ്പം തന്നെ വൻ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി കേരളം പിടിച്ചെടുക്കാനുള്ള പദ്ധതികളാണ് അവർ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി പയറ്റിയ തന്ത്രങ്ങളായിരിക്കും ഇത്തവണയും ബി.ജെ.പി പയറ്റാൻ പോകുന്നത്. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് അടിപതറിയിട്ടുണ്ടെങ്കിൽ, അതായത് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ പാളിച്ചകളെല്ലാം തന്നെ പഠിച്ച് അതിലൊരു പരിഹാരം കാണുമെന്ന് തന്നെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞതിന് ശേഷം അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മുൻ കേന്ദ്രമന്ത്രിയും നിലവിൽ കേരള പ്രഭാരിയുമായ പ്രകാശ് ജാവ്ദേക്കറുടെ നേതൃത്വത്തിൽ ബി.ജെ.പി കേരളത്തിൽ മികച്ച രീതിയിലാണ് ഓരോ പ്രകടനവും നടത്തുന്നത്. ഓരോ ജില്ലയിലും എത്ര ലക്ഷം മെമ്പർഷിപ്പുകൾ വിതരണം ചെയ്യണമെന്ന് ബി.ജെ.പി തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അംഗത്വം പുതുക്കി നൽകി ബി.ജെ.പി അംഗത്വ ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുകയാണ്. ദേശീയ അധ്യക്ഷൻ ജെ.പി നഡ്ഡയാണ് പ്രധാനമന്ത്രിക്ക് അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത്. ജനസംഖ്യാ കാലം മുതൽ രാജ്യത്ത് പുതിയ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ബി.ജെ.പി പ്രവർത്തനം വർദ്ധിപ്പിച്ചത്. സാധാരണ ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കാനാണ് ഇന്ന് വരെ പരിശ്രമിച്ചിട്ടുള്ളൂ. ഉൾപാർട്ടി ജനാധിപത്യം മിക്ക രാഷ്ട്രീയ പാർട്ടികളിലും ഇല്ലാതായപ്പോൾ ബി.ജെ.പി മാതൃകയായി. അംഗത്വ വിതരണം കണക്കിലെ കളിയായല്ല, ബി.ജെ.പി കുടുംബത്തിന്റെ വ്യാപനമായാണ് കാണുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അംഗത്വ ക്യാമ്പയിന് പൂർത്തിയാവുന്നതോടെ പാർട്ടി അംഗങ്ങളുടെ എണ്ണം 10 കോടി മറികടക്കുമെന്നാണ് നദ്ദ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ ദേശീയ അധ്യക്ഷന്മാരും കേന്ദ്രമന്ത്രിമാരുമായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് അംഗത്വം പുതുക്കി. അതേസമയം ബി.ജെ.പിയുടെ അംഗത്വ ക്യാമ്പയിനിൽ ഭൂരിഭാഗം ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കൾ, അതായത് പ്രതിപക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളാണ് ബി.ജെ.പിയിലേക്ക് എത്തി അംഗത്വം എടുക്കുന്നത്. അതിന്റെ ആദ്യ പടിയായി കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന എം.വി. ഗോപിനാഥ് ബി.ജെ.പിയിലേക്ക് എത്തി അംഗത്വം സ്വീകരിച്ചു. തുടർന്ന് സംഗീത സംവിധായകൻ മോഹൻ സിത്താര ബി.ജെ.പിയിലേക്ക് ചേർന്നിരിക്കുന്നു. തൃശൂരിൽ 7 ലക്ഷം പേരെ ബി.ജെ.പിയിലേക്ക് ചേർക്കാനാണ് നീക്കം. സുരേഷ് ഗോപിക്ക് ശേഷം തൃശൂരിൽ ബി.ജെ.പി ഒരു പുത്തൻ ഉണർവിലാണ് നിൽക്കുന്നത്. ബി.ജെ.പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. ബി.ജെ.പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറാണ് ഈ തൃശൂരിന്റെ മുഴുവൻ ചുമതല വഹിക്കുന്നത്. ബി.ജെ.പി തൃശൂർ ജില്ലാതല അംഗത്വ ക്യാമ്പയിന് തുടക്കം കുറിച്ചാണ് മോഹൻ സിത്താരയ്ക്ക് അംഗത്വം നൽകിയാണ് തുടക്കം കുറിച്ചത്. ജില്ലയിൽ ഒക്ടോബർ 15 വരെയാണ് ബി.ജെ.പിയുടെ അംഗത്വ വിതരണം നടക്കുന്നത്. എന്തായാലും തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം ഒരു വൻ വിജയമായതോടുകൂടി ജനങ്ങൾക്ക്, അതായത് ബി.ജെ.പിക്ക് തന്നെ മൊത്തത്തിൽ ഒരു വലിയൊരു ആവേശത്തിലാണ്. അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം ലക്ഷ്യം വെട്ടുകൊണ്ടാണ് ബി.ജെ.പി ഒരു വലിയൊരു ക്യാമ്പയിൻ തന്നെ തുടങ്ങിയിരിക്കുന്നത്, അംഗത്വ ക്യാമ്പയിൻ തന്നെ തുടങ്ങിയിരിക്കുന്നത്. അതായത് കേരള മണ്ണിൽ ഏത് രീതിയിലേക്കും ബി.ജെ.പിയുടെ ഒരു കൊടിയെത്തിക്കുക, ബി.ജെ.പിയുടെ വിജയം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി.ജെ.പി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.